അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്മി അൻസില ബിൻത് ഇബ്രാഹിം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. ഈ പാഠപുസ്തകത്തിൽ 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഇതിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൽ വഹദത്തുൽ ഊല, ഫസ്റ്റ് യൂണിറ്റ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്താണ്? അസ്സദ്ഖുൻ നൂർ. അസ്സദ്ഖു സത്യസന്ധത, നൂർ പ്രകാശം. സത്യസന്ധത പ്രകാശമാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസന്റെ പേരെന്താണ്? അന്ത സ്വാദിഖുൻ. അന്ത നീ, സ്വാദിഖുൻ സത്യസന്ധനാണ്. അന്ത സ്വാദിഖുൻ നീ സത്യസന്ധനാണ്. ഇത് നല്ലൊരു കഥയാണ് കേട്ടോ. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഈ നിൽക്കുന്ന കുട്ടി. ഈ ആൺകുട്ടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ്? സിനാൻ. എന്താണ്? സിനാൻ. സിനാൻ എന്താണ് ചെയ്യുന്നത്? കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ച് കളിക്കുകയാണ്. കാണുന്നില്ലേ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇഷ്ടമല്ലേ? നിങ്ങളും മൊബൈൽ ഫോണിൽ കളിക്കാറില്ലേ? ഉണ്ടല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സിനാനും മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് കളിക്കുകയാണ്. അവൻ എന്താണ് ആശ്ചര്യത്തിൽ പറയുന്നത്? ഹായ് ജവാൽ, ഹായ് മൊബൈൽ ഫോൺ. അഹദ എടുത്തു. സിനാൻ എടുത്തു. അൽ ജവാൽ മൊബൈൽ ഫോൺ സിനാൻ എടുത്തു. സഖത താഴെ വീണു. അൽ ജവാലു മൊബൈൽ ഫോൺ താഴെ വീണു. വഇൻകസറ പൊട്ടിപ്പോയി. ആ മൊബൈൽ ഫോണ് താഴെ വീണു, പൊട്ടിപ്പോയി. ദേ നോക്കി, ചിത്രം കാണുന്നില്ലേ? അവന്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടിക്കിടക്കുന്ന മൊബൈൽ ഫോൺ കാണുന്നില്ലേ? താഴെ വീണ് പൊട്ടിപ്പോയ മൊബൈലിന്റെ കാര്യം ഒന്നും അറിയാതെ സിനാന്റെ ഉപ്പ കടന്നു വരികയാണ് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട്. എന്നിട്ട് എന്താ പറയുന്നത് മൊബൈൽ ഫോൺ എടുത്തിട്ട്? ജവ്വാലി, എന്റെ മൊബൈൽ ഫോൺ. പക്ഷെ ഇതാരാ പൊട്ടിച്ചത്, ആരുടെ കയ്യിൽ നിന്നാണ് വീണതെന്നൊന്നും ഉപ്പാക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഉപ്പാന്റെ ഈ ജവ്വാലി എന്റെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കേട്ടിട്ട് സിനാനും സിനാന്റെ ബ്രദറും സിസ്റ്ററും ഉമ്മയും ഒക്കെ ഓടിയെത്തി. ആ സമയത്ത് ഉപ്പ ചോദിക്കുകയാണ്, മൻ കസറ ഹാദ. മൻ ആരാണ്? കസറ പൊട്ടിച്ചത്. ഹാദ ഇതാരാണ് പൊട്ടിച്ചത് എന്ന്. അതിനാരും ഉത്തരം കൊടുക്കുന്നില്ല. പിന്നെയും ഉപ്പ ചോദിക്കുകയാണ്, അൻതി യാ ഫാത്തിമ. അൻതി നീയാണോ? യാ ഫാത്തിമ എന്റെ ഫാത്തിമ നീയാണോ? മകളോട് ചോദിക്കുകയാണ്. അപ്പോ മകള് പറയുകയാണ്, ലായാ ബാബ, ഞാനല്ല ഉപ്പ. അപ്പൊ നേരെ നമ്മുടെ ഉപ്പ പിന്നെ ആരോടാ ചോദിക്കുന്നത്? സിനാന്റെ ബ്രദറിനോട് ചോദിക്കുകയാണ്, അൻത യാ ഷിഹാബ്, നീയാണോ ഷിഹാബേ? അൻത നീയാണോ? യാ ഷിഹാബ്, ഷിഹാബേ നീയാണോ? അപ്പൊ ഷിഹാബ് മറുപടി ഒന്നും പറയുന്നില്ല. പകരം ആരാ മറുപടി കൊടുക്കുന്നത്? സിനാൻ പറയുകയാണ്, അനായാ ബാബ, ഞാനാണ് ഉപ്പ. സഖത താഴെ വീണു. മിൻ യദി എന്റെ കയ്യിൽ നിന്നാണ് താഴെ വീണത്. അപ്പോ ഉപ്പ പറയാണ്, യാ ബുനയ്യ എന്റെ പൊന്നു മോനെ, അന്ത സ്വാദിഖ് നീ സത്യസന്ധനാണ്. എന്തുകൊണ്ടായിരിക്കും ഉപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? പൊതുവേ ഇങ്ങനത്തെ കുസൃതിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അടി പേടിച്ചോ അല്ലെങ്കിൽ വഴക്ക് പേടിച്ചോ നമ്മൾ മിണ്ടാതിരിക്കാറുണ്ട് ചില കുട്ടികൾ, അല്ലേ? അതുപോലെയൊന്നും നമ്മുടെ സിനാൻ കാണിച്ചില്ല. സിനാൻ സത്യസന്ധനായിക്കൊണ്ട് പറഞ്ഞു, ഞാനാണുപ്പ, എൻ്റെ കയ്യിൽ നിന്നാണ് താഴെ വീണത് എന്ന് പറഞ്ഞു. ആ സത്യസന്ധത കണ്ടിട്ടാണ് ഉപ്പ പറഞ്ഞത്, അന്ത സ്വാദിഖ് നീ സത്യസന്ധനാണ് എന്ന്. അതിൻ്റെ ഇടയിൽ സിനാന്റെ ഉമ്മ പറയുന്നുണ്ട്, കുൻ ഹദിറ നീ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ ഇവിടെ താഴെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. എന്താണത്? നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്കാണത്. എന്താ നമുക്ക് നോക്കാം. ഖുലിൽ ഹഖ വലൗ കാന മുർറ. ഖുലിൽ ഹഖ നിങ്ങൾ സത്യം പറയണം. വലൗകാന അതെത്രയായാലും, മുറ കൈപ്പേറിയതായാലും, അതെത്ര കൈപ്പേറിയതായാലും നിങ്ങൾ സത്യം പറയണം. ഈ കഥയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് അടി കിട്ടുമെന്ന് കരുതിയോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ശകാരിക്കുമെന്ന് കരുതിയോ നിങ്ങൾ എന്ത് ചെയ്യരുത്? സത്യത്തെ മറച്ചു വെക്കരുത്. നിങ്ങൾ എപ്പോഴും സത്യസന്ധരായിരിക്കുക. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളും സിനാന്റെ പോലെ സത്യസന്ധരല്ലേ? ആണല്ലേ? ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ.
അൻത എന്നും അൻതി എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, നീ. അൻത എന്ന് പറഞ്ഞാലും അർത്ഥം നീ എന്നാണ്, അൻതി എന്ന് പറഞ്ഞാലും നീ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇതെവിടെയാണ് പ്രയോഗിക്കേണ്ടത്? ആ സ്ഥലം വ്യത്യാസമുണ്ട്. ആൺകുട്ടിയോടാണ് അൻത എന്ന് ചോദിക്കേണ്ടത്, പെൺകുട്ടിയോടാണെങ്കിലോ അൻതി എന്നുമാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് കടക്കാം. നതഹദ്ദസു വനൽഅബു, നമുക്ക് സംസാരിച്ചു കളിക്കാം. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും കാണുന്നുണ്ട് അല്ലേ? അവർ പരസ്പരം സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ആൺകുട്ടി പെൺകുട്ടിയോട് പറയുകയാണ്, അന അനസ്, ഞാൻ അനസാണ്. മൻ അൻതി, നീ ആരാണ്? മൻ അൻതി, നീ ആരാണ്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അൻതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൻതി എന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പെൺകുട്ടിയോടായതുകൊണ്ടാണ് അവിടെ അൻതി എന്ന് ചോദിച്ചത്. മൻ അൻതി. അപ്പോൾ പെൺകുട്ടി മറുപടി പറയുകയാണ്, അന ഫാത്തിമ, ഞാൻ ഫാത്തിമയാണ്. മൻ അൻത, നീ ആരാണ്? അവിടെ ബോയ് ആയതുകൊണ്ടാണ് അൻത എന്ന് പറഞ്ഞത്. ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് താഴെയുള്ള ആക്ടിവിറ്റി ചെയ്യാം. ദേ, ഈ ചുരുണ്ട മുടിയുള്ള ആൺകുട്ടിയെ കണ്ടില്ലേ? അവൻ താഴെയുള്ള പെൺകുട്ടിയെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അന. ഇഷ്ടമുള്ള ബോയുടെ പേര് എഴുതാം. ഞാനിപ്പോൾ എക്സാമ്പിളായി കൊടുക്കുകയാണ്, അന റിസ്വാൻ, ഞാൻ റിസ്വാനാണ്. മൻ അൻതി, എന്താണ് അവിടെ പറയേണ്ടത്? മൻ അൻതി. താഴെ പെൺകുട്ടിയോടായതുകൊണ്ടാണ് അങ്ങനെ അൻതി എന്ന് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അനാ റിസ്വാൻ, മൻ അൻതി. അപ്പോൾ പെൺകുട്ടി എന്താണ് മറുപടി പറയുന്നത്? പെൺകുട്ടി പറയുകയാണ്, അനാ ആയിഷ, ഞാൻ ആയിഷയാണ്. പിന്നെ ആ പെൺകുട്ടി ആരെയാണ് ചൂണ്ടുന്നത്? ഒരു ആൺകുട്ടിയാണ് അല്ലേ? അപ്പൊ എന്താണ് അവിടെ കൊടുക്കേണ്ടത്? മൻ അൻത. എന്താണ്? മൻ അൻത, നീ ആരാണ്? അന ആയിഷ, മൻ അൻത, ഞാൻ ആയിഷയാണ്, നീ ആരാണ്? ആ ആൺകുട്ടിയെ ശ്രദ്ധിച്ചോ? അവൻ ഉത്തരം പറയുന്നുണ്ട്. അതിനു പുറമെ അടുത്തുള്ള പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുന്നുണ്ട്. എന്താണ്? അന ആദിൽ, മൻ അൻതി. ഞാൻ നിങ്ങളെ പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പെൺകുട്ടി ആയതുകൊണ്ടാണ് അവിടെ അൻതി എന്ന് വന്നത്. അന ആദിൽ, മൻ അൻതി. മനസ്സിലായോ? ഇനി അതാ പെൺകുട്ടി മറ്റൊരു ആൺകുട്ടിയെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അന മാജിദ, മൻ അൻത. മൻ അൻത, നീ ആരാണ്? അപ്പോൾ ആൺകുട്ടി പറയുന്നു, അന മുഹമ്മദ്. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ഇത് നല്ല എളുപ്പമുള്ള ആക്ടിവിറ്റി അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് കടക്കാം. നതഹദ്ദസു വനഫ്ഹമു, നമുക്ക് സംസാരിക്കാം, മനസ്സിലാക്കാം. ദാ നോക്കിക്കേ, ഈ ആൺകുട്ടിയെ നിങ്ങൾ മറന്നുപോയോ? ആരാണിത്? നമ്മുടെ സിനാൻ. നമ്മുടെ സിനാൻ ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കൊണ്ട് എന്തോ പറയുന്നുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. യാ സെൽമ, ഓ സെൽമ, അൻതി റാഖിസത്തുൻ, നീ നൃത്തം ചെയ്യുകയാണ്. എന്താണ്? നീ നൃത്തം ചെയ്യുകയാണ്. ഇനി താഴെ നോക്കൂ. ആൺകുട്ടിയോട് എന്താണ് പറയുന്നത് സിനാൻ? യാ സലീം, ഓ സലീം. ഇനി നമ്മളാണ് അവിടെ ഫിൽ ചെയ്യേണ്ടത്. എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചു. ആൺകുട്ടിയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? അൻത. ആൺകുട്ടിയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? അൻത. അപ്പൊ നമുക്ക് എഴുതാം, അൻത റാഖിസുൻ. അൻത റാഖിസുൻ, നീ നൃത്തം ചെയ്യുകയാണ്. സലീമേ, നീ നൃത്തം ചെയ്യുകയാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ സൽമയോട് പറഞ്ഞപ്പോൾ അൻതി റാഖിസത്തുൻ എന്നാണ് വന്നത്. അവിടെ താ വന്നു. ഇവിടെയോ ബോയ് ആയപ്പോൾ സലീമിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? റാഖിസുൻ. അവിടെ താ ഒഴിവാക്കി. ഇപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും വരുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലായോ? ഇനി അടുത്തത് നോക്കൂ. യാ റാഷിദ്. റാഷിദ് എന്താ ചെയ്യുന്നത്? വായിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇനി എന്താ വരേണ്ടത്? ആൺകുട്ടി ആയതുകൊണ്ട് അൻത കാരിഉൻ, നീ വായിക്കുകയാണ്. യാ റാഷിദ്
അന്ത കാരിഉൻ, നീ വായിക്കുകയാണ്. ഇനി അടുത്തത് നോക്കൂ, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടിയുടെ പേരെന്താണ്? യാ മീനു. യാ മീനു, ഓ മീനു. അന്തി കാരിഅത്തുൻ, അന്തി കാരിഅത്തുൻ, നീ വായിക്കുകയാണ്. ഇനി അടുത്തതോ? യാ ബാബു, ഓ ബാബു. അന്ത, ആൺകുട്ടിയായതുകൊണ്ട് അന്ത ലാഇബുൻ, കളിക്കുകയാണ്, നീ കളിക്കുകയാണ്. യാ ബാബു അന്ത ലാഇബുൻ, യാ ബാബു നീ കളിക്കുകയാണ്. ഇനി അടുത്തതോ? യാ ലീന അന്തി ലാഇബത്തുൻ, നീ കളിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വളരെ എളുപ്പമുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ? ഇതോടുകൂടി നമ്മുടെ ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ ലെസണുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ മസ്സലാം.